Hello everybody, welcome to the online class of Vidyasagar. Let's move to the next chapter in the third unit. നമ്മൾ കഴിഞ്ഞ തേർഡ് യൂണിറ്റിലുള്ള പോയം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. സൺറൈസ് ഓൺ ദ ഹിൽസ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് അതിനകത്തുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ദ ട്രിപ്പ് ഓഫ് ലേ ഹോല എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഷോർട്ട് സ്റ്റോറി. ഇത് ഗായ് ദി മോപ്പസാങ് എന്ന ഫ്രഞ്ച് റൈറ്ററുടെ ഒരു രചനയാണ്. മോപ്പസാങ് എന്ന റൈറ്റർ 19th സെഞ്ച്വറിയിലെ ഫ്രഞ്ച് റൈറ്റർ, വളരെ പോപ്പുലറായിട്ടുള്ള ഫ്രഞ്ച് റൈറ്ററാണ്. അദ്ദേഹം മോഡേൺ ഷോർട്ട് സ്റ്റോറീസിൻ്റെ വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ബലൂൺ റൈഡുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ്. അതായത് ഒരു ഹോട്ട് എയർ ബലൂണിൽ, ലേഹോല എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു സന്ദർഭം വിവരിക്കുകയാണ് ഇവിടെ അദ്ദേഹം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ താഴെ നിന്ന് ഭൂമിയെ നോക്കിക്കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഡിഫറൻറ്റ് വ്യൂ കിട്ടുന്നതിനെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അതായത് മുകളിൽ ആകാശത്ത് ഉയർന്നു നിന്നിട്ട് ഉയരത്തിൽ നിന്നുകൊണ്ട് താഴെയുള്ള ഭൂമിയെ നോക്കിക്കാണുക, ഭൂമിയുടെ മനോഹാരിതയെ കാണുക, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കാണുക, ഭൂമിയിൽ നിന്നുള്ള ശബ്ദങ്ങളും മറ്റും ആസ്വദിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവത്തിൻ്റെ വിവരണമാണ് ദ ട്രിപ്പ് ഓഫ് ലേ ഹോല എന്ന ടൈറ്റിലിന് കീഴിൽ തന്നിരിക്കുന്നത്. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്ന ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുവാണ്. അപ്പോൾ മോപ്പസാങ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ലേഹോല എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഹോട്ട് എയർ ബലൂണിൽ ഒരു റൈഡ് നടത്തുകയാണ്. പാരീസിൽ നിന്ന് ബെൽജിയൻ ഫ്രോണ്ടിയർ വരെയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ എയർ ബലൂണിലെ യാത്രയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയെന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് അതിനകത്ത് മെഷീനറി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുകയാകും. ദെൻ കുറച്ച് ദൂരം സഞ്ചരിച്ച് ആ ഒരു യാത്ര അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് കളഞ്ഞിട്ട് ലാൻഡ് ചെയ്യിക്കുക. അതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേഹോലയിൽ യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലെസൺ എങ്ങനെയാണ് ബിഗിൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. So it is the trip of Leh Hola by Guy de Maupassant. On the morning of July 8th, I received the following telegram. Fine day, always my predictions. Belgian frontier. Baggage and servants leave at noon at the social session. Beginning of maneuvers at 3. So I will wait for you at the works from 5 o'clock on. ജോവിസ്. സോ നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഒരു സന്ദേശത്തോടു കൂടിയാണ്. അതൊരു പഴയ സന്ദേശമാണ്, ടെലഗ്രാമാണ്. ടെലഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല. പണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ സർവീസൊക്കെ എത്തുന്നതിന് മുന്നേ നമുക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് ഉള്ള മാർഗമായിട്ട് തപാൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന സംവിധാനമാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെലഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ അയക്കുന്ന സന്ദേശത്തിലുള്ള വാക്കുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അത് ചാർജ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിലെ ആ വാചകങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം വളരെ ഷോർട്ടായിട്ടുള്ള വേർഡ്സാണ്, സെൻറ്റൻസസ് ആണ്. അപ്പോൾ എന്താണോ അയക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, ആ സന്ദേശത്തെ ഏറ്റവും ചെറിയ ചുരുങ്ങിയ വാചകങ്ങളിൽ
എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വാചകങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു മെസ്സേജാണ് ടെലഗ്രാമിനകത്തുള്ളത്. സോ നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓൺ ദി മോർണിംഗ് ഓഫ് ജൂലൈ 8 ഐ റിസീവ്ഡ് ദ ഫോളോയിങ് ടെലഗ്രാം. ഓദർ പറയുന്നു, ജൂലൈ 8 മോർണിംഗിൽ അദ്ദേഹത്തിന് ഒരു ടെലഗ്രാം കിട്ടി. ആ ടെലഗ്രാമിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫൈൻ ഡേ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഫൈൻ വെതർ, നല്ലൊരു കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഓൾവേസ് മൈ പ്രഡിക്ഷൻസ്, എല്ലായ്പ്പോഴും ലൈക്ക് മൈ പ്രഡിക്ഷൻസ്, എൻ്റെ പ്രവചനങ്ങൾ പോലെ തന്നെ. അതായത് മിക്കപ്പോഴും എൻ്റെ പ്രഡിക്ഷൻസൊക്കെ ശരിയായി വരുന്നുണ്ട്. ബെൽജിയൻ ഫ്രോണ്ടിയർ, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ ഫ്രോണ്ടിയർ ഓഫ് ബെൽജിയം, ബെൽജിയത്തിൻ്റെ അതിർത്തി പ്രദേശം. ബഗേജ് ആൻഡ് സെർവൻസ് ലീവ് അറ്റ് നൂൺ അറ്റ് ദി സോഷ്യൽ സെഷൻ. പിന്നെ ഏതൊരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള സൂചനയാണ്. അവിടുള്ള ബഗേജ് ആൻഡ് സെർവൻസ് ലീവ് അറ്റ് നൂൺ, ഉച്ചയാകുമ്പോഴേക്കും അതിനെ എത്തിച്ചേർന്നിരിക്കുന്ന പണിക്കാരും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടും. അറ്റ് ദി സോഷ്യൽ സെഷൻ, ഒരു സോഷ്യൽ സെഷൻ നടത്തിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി ഈ പ്രക്രിയയിൽ സഹായിക്കുന്ന ആൾക്കാർക്ക് ഒരു സെൻഡ് ഓഫ് പോലെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സാധന സാമഗ്രികളും ഒക്കെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി ഈ സെർവൻസൊക്കെ ആ സോഷ്യൽ സെഷനിൽ ബൈ പറയുവാണ്. ബിഗിനിങ് ഓഫ് മാനുവേഴ്സ് അറ്റ് 3, പിന്നീടാണ് മാനുവർ നടക്കുന്നത്. മാനുവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഹാർഡ് വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട, നല്ല സ്കില്ലോടുകൂടി പെർഫോം ചെയ്യേണ്ട ഒരു ജോലി. അപ്പോൾ അത്തരത്തിൽ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ആ ജോലി ഏതാണ്ട് 3 o'clock സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദി വർക്ക്സ് ഫ്രം 5 o'clock ഓൺ. അതുകൊണ്ട് ഞാൻ താങ്കളെ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദി വർക്ക്സ്. ഈ വർക്ക്സ് നടക്കുന്ന സ്ഥലത്ത്, അതായത് അതൊരു ഗ്യാസ് വർക്ക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് താങ്കളെ വെയിറ്റ് ചെയ്യുന്നു ഫ്രം 5 o'clock ഓൺ, 5 മണിക്ക്. അപ്പോൾ ഈ വർക്ക് നടക്കുന്നതിന് മുന്നേ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് ഹാർഡ് വർക്ക്, കെയർഫുള്ളായിട്ടുള്ള വർക്ക്, ശരിക്കുമുള്ള വർക്ക് ബിഗിൻ ചെയ്യുക 3 o'clock. അത് കഴിഞ്ഞ് 5 മണി മുതൽ താങ്കളെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. ഇത് അയച്ചിരിക്കുന്ന ആൾ ജോവിസ് എന്നു പേരുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് ആ ടെലഗ്രാമിനകത്തുണ്ടായിരുന്നത്. ആ ടെലഗ്രാമിലെ സെൻറ്റൻസുകളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊരു സൈഡ് ക്വസ്റ്റ്യനോടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസസ് വായിച്ചാൽ അറിയാം. അതിനകത്തുനിന്ന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കുറച്ച് വാചകങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് ആ വിഷയവുമായിട്ട് ബന്ധമുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറച്ച് സന്ദേശങ്ങൾ, വളരെ ഷോർട്ടായിട്ട്, വലിച്ചു വാരിയൊന്നും എഴുതിയിട്ടില്ല, വളരെ ഷോർട്ടായിട്ടുള്ള കുഞ്ഞു വാചകങ്ങളിൽ സന്ദേശങ്ങൾ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബെൽജിയൻ ഫ്രോണ്ടിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ്. എന്തായാലും ഒരു വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു 3 o'clock. അപ്പോൾ വർക്ക്സിൻ്റെ അവിടെ ഇദ്ദേഹത്തെ 5 മണിക്ക് പ്രതീക്ഷിക്കുന്നു എന്നാണ് സെൻഡർ ഓഫ് ദ ടെലഗ്രാം പറഞ്ഞിരിക്കുന്നത്. At 5 o'clock sharp, I entered the gas works of ലാവിലെറ്റ്. തുടർന്ന് കഥയിൽ പറയുന്നു, ലാവിലെറ്റ് എന്ന സ്ഥലത്തുള്ള ഗ്യാസ് വർക്ക്സ്, നമ്മുടെ നേരത്തെ ടെലഗ്രാമിനകത്ത് സൂചിപ്പിച്ച വർക്ക്സ്, ആ പ്ലേസിൽ ഗ്യാസ് വർക്ക്സ് ആണ്. അവിടെ ഷാർപ്പ് 5 o'clock തന്നെ ഞാൻ എത്തിച്ചേർന്നു. കാരണം എന്നോട് 5 മണിക്ക് എത്താനാണല്ലോ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ 5 മണിക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ? ദ ബലൂൺ ഈസ് ലൈയിങ് ഇൻ ദി കോർട്ട്യാർഡ് ആൻഡ് ഹാസ് ദി അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്സ് ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്. ഞാനവിടെ എത്തുമ്പോൾ ദ ബലൂൺ ഈസ് ലൈയിങ് ഇൻ ദ കോർട്ട്യാർഡ്, ആ ബലൂൺ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ആൻഡ് ഹാസ് ദി അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്സ്,
യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ മഞ്ഞ നിറത്തിലെ തുണി കൊണ്ട് നിർമ്മിച്ചതുപോലെ നിർമ്മിച്ചൊരു കേക്ക് പോലെ അങ്ങനെ കിടക്കുകയാണ് ബലൂൺ കോർട്ട്യാർഡിൽ. ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്. ഒരു കയറിൻ്റെ അടിയിലായിട്ട്, അത് ബലൂണിന് പുറത്ത് കയറ് കിടപ്പുണ്ട്, അതിനടിയിലായിട്ട് ഫ്ലാറ്റായിട്ട്, ബലൂൺ വീർപ്പിച്ചതൊന്നുമല്ല, ഫ്ലാറ്റായിട്ട് കിടക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് എയർ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, ഫ്ലാറ്റായ ഒരു ബലൂണാണ്. അത് യെല്ലോ കളേർഡാണ്. അപ്പോൾ അത് കണ്ടിട്ട് യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി അതിൻ്റെ പരിസരത്തൊക്കെ നോക്കുകയാണെങ്കിൽ 200-300 people are looking at it, sitting or standing, and some are examining the basket, a nice little square basket for a human cargo, bearing on its side in gold letters on a mahogany plate the words Lehola. ഇനി ഈ ബലൂണിന് സമീപത്തായിട്ട് 200-300 people are looking at it. ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. എത്തിയിരിക്കുന്നത് ഏതാണ്ട് 200-300 എണ്ണം വരുന്ന ആൾക്കാരാണ്. ദേ വർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അവരത് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്. ഇപ്പോൾ ഈ കാഴ്ച കാണാൻ വന്നിട്ട് സമീപത്തായിട്ട് സീറ്റ് പിടിച്ച് അവിടെയൊക്കെ ഇരിപ്പിടങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ സമീപത്ത് ചുറ്റിപ്പറ്റി നടന്ന് കാണുന്നവരുണ്ട്. ആൻഡ് സം ആർ എക്സാമിനിങ് ദ ബാസ്ക്കറ്റ്. പിന്നെ കുറച്ച് പേര് അതിലെ ബാസ്ക്കറ്റ് പരിശോധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബലൂൺ ഒരു ബാസ്ക്കറ്റിനോട് കണക്ട് ചെയ്യുവാണ്. കണക്ട് ചെയ്തിട്ട് ബലൂണിനകത്ത് എയർ ഫില്ല് ചെയ്ത് എയർ ഫിൽഡായിട്ടിരിക്കുന്ന ബലൂണിന് ചുവട്ടിൽ ഒരു ബാസ്ക്കറ്റ് കണക്ട് ചെയ്ത് ആ ബാസ്ക്കറ്റിലാണ് ഈ ആൾക്കാർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റും അവിടെ ഉണ്ട്. എ നൈസ് ലിറ്റിൽ സ്ക്വയർ ബാസ്ക്കറ്റ് ഫോർ എ ഹ്യൂമൻ കാർഗോ. മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ ബാസ്ക്കറ്റാണത്. ബെയറിംഗ് ഓൺ ഇറ്റ് സൈഡ് ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ എ മൊഹോഗണി പ്ലേറ്റ് ദ വേർഡ്സ് ലേഹോല. ആ ബാസ്ക്കറ്റിൻ്റെ അരികിലായിട്ട് ഒരു മൊഹോഗണി പ്ലേറ്റിൽ ഫലകത്തിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ ബാസ്ക്കറ്റിൽ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലേഹോല എന്ന പേര്. അപ്പോൾ നമ്മൾ ഈ ബലൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ലേഹോല എന്ന് പേരിട്ടിരിക്കുന്ന ബലൂൺ. അപ്പോൾ അത് ബാസ്ക്കറ്റിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോൾഡൻ ലെറ്റേഴ്സിൽ. സഡൻലി ദ പീപ്പിൾ ബിഗിൻ ടു സ്റ്റാൻഡ് ബാക്ക്, ഫോർ ദ ഗ്യാസ് ഈസ് ബിഗിനിങ് ടു എൻ്റർ ഇൻ ടു ദ ബലൂൺ through a long tube of yellow cloth which lies on the soil, swelling and undulating like an enormous worm. But another thought, another picture occurs to every mind. It is thus that nature itself nourishes beings until their birth. The creature that will rise soon begins to move, and the attendants of Captain Jarvis, as Lehola grows larger, spread and put in place the net which covers it, so that the pressure will be regular and equally distributed at every point. അപ്പോൾ ഇനി നടക്കുന്നത് ബലൂണിൽ യാത്ര തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ എത്തി ഈ പരിസരമൊക്കെ വീക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ദ പീപ്പിൾ ബിഗിൻ ടു സ്റ്റാൻഡ് ബാക്ക്. ആൾക്കാരൊക്കെ പിന്നിലേക്ക് മാറി നിൽക്കാൻ തുടങ്ങി. ഫോർ ദ ഗ്യാസ് ഈസ് ബിഗിനിങ് ടു എൻ്റർ ഇൻ ടു ദ ബലൂൺ ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്. ആൾക്കാർ മാറി നിന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദ ഗ്യാസ് ഈസ് ബിഗിനിങ് ടു എൻ്റർ ഇൻ ടു ദ ബലൂൺ. നമ്മുടെ ബലൂണിനകത്ത് എയർ ഫില്ലാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ബലൂണിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിലൂടെയാണത്? ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്സ്. അത് യെല്ലോ ക്ലോത്ത് കൊണ്ടുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ തുണി കൊണ്ടുള്ള ഒരു ട്യൂബ് ബലൂണിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിലൂടെ എയർ കടത്തി വിടുകയാണ് ബലൂണിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ലൈസ് ഓൺ ദ സോയിൽ. ആ ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്സ് ഇങ്ങനെ നിലത്ത് കിടക്കാണ്. ലൈസ് ഓൺ ദ സോയിൽ, സ്വെല്ലിംഗ് ആൻഡ് അൻഡുലേറ്റിംഗ് ലൈക്ക് ആൻ എനോർമസ് വേം.
അത് കണ്ടു കഴിഞ്ഞാൽ എന്തുപോലെ ഉണ്ടെന്നറിയോ? ഇറ്റ് ഈസ് സ്വെല്ലിങ്. അത് വീർത്തു വരുന്നുണ്ട്. എയർ ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് അത് വീർത്തു വരുന്നുണ്ട്. ആൻഡ് അൻഡ്യുലേറ്റിംഗ്. അൻഡ്യുലേഷൻ എന്നാൽ നിമ്നോന്നതങ്ങളാണ്, ഉയർച്ചയും താഴ്ചയും. അപ്പോൾ എയർ ഫില്ലാകുന്ന ഭാഗം ഇങ്ങനെ ഉയർന്നു വരികയും വീർത്തു വരികയും എയർ കുറഞ്ഞിരിക്കുന്ന ഭാഗം താഴ്ന്നിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഉയർച്ച താഴ്ചകളോടെ വേവി ആയിട്ടുള്ള ഒരവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടത്. സ്വെല്ലിങ് ആൻഡ് അൻഡുലേറ്റിംഗ് ലൈക്ക് ആൻ എനോർമസ് വേം. അത് കണ്ടു കഴിഞ്ഞാൽ എന്തുപോലുണ്ട്? ലൈക്ക് ആൻ എനോർമസ് വെരി ബിഗ് വേം. വലിയ ഒരു വീര നിലത്ത് കിടക്കുന്നത് പോലെയുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ആ ട്യൂബിനകത്ത് എയർ ഫില്ലാകുമ്പോൾ ഉള്ള കാഴ്ച. എയർ ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് ട്യൂബിൻ്റെ എയർ ഫില്ലാകുന്ന ഭാഗങ്ങൾ ഉയർന്നു വരികയും ബാക്കി മറ്റു ഭാഗങ്ങൾ താഴ്ന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലിങ്ങനെ ഉയർച്ച താഴ്ചകൾ, നിമ്നോന്നതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതൊരു വേവി മൂവ്മെൻറ്റ് പോലെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ആൻ എനോർമസ് വേം എന്ന്. ഒരു വിര ഇങ്ങനെ എഴഞ്ഞു നീങ്ങുമ്പോൾ എൻ്റെ ദേഹം ഉയരുകയും താഴുകയും ചെയ്യുന്ന ആ പ്രക്രിയ പോലെ കാണുന്നുണ്ട് ഈ ട്യൂബിൻ്റെ അവസ്ഥ. ബട്ട് അനദർ തോട്ട്സ്, അനദർ പിക്ചർ ഒക്കേഴ്സ് ടു എവ്രി മൈൻഡ്. എന്തായാലും ഈ കാഴ്ച കണ്ടു നിൽക്കുമ്പം അനദർ തോട്ട്, മറ്റൊരു ചിന്തയാണ്, അനദർ പിക്ചർ ഒക്കേഴ്സ് ടു എവ്രി മൈൻഡ്, മറ്റൊരു ചിത്രമാണ് എല്ലാ മനസ്സുകളിലേക്കും കടന്നു വന്നത്. എന്താ അത്? ഇറ്റ് ഈസ് ദസ് ദാറ്റ് നേച്ചർ ഇറ്റ് സെൽഫ് നറിഷസ് ബീയിങ്സ് അൻറ്റിൽ ദെയർ ബർത്ത്. ആ ചിന്ത ഇതാണ്, നേച്ചർ, പ്രകൃതി, ഇറ്റ് സെൽഫ് നറിഷസ് ബീയിങ്സ്, ജീവജാലങ്ങളെയെല്ലാം നറിഷ് ചെയ്യുന്നു, പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. അൻറ്റിൽ ദെയർ ബർത്ത്, അവയുടെ ജനനം വരെ. അപ്പോൾ ഭൂമിയിൽ ജീവജാലങ്ങളുടെ ജനനം നടക്കുന്നത് വരെ അവയുടെ ജനനത്തിന് മുൻപുള്ള അവസ്ഥയിൽ അവയെയൊക്കെ പ്രകൃതിയാണ് സംരക്ഷിക്കുക. വിത്തുകളെയൊക്കെ പുറന്തോടിനകത്താക്കി പ്രകൃതി സംരക്ഷിക്കുന്നത് പോലെ. അപ്പോൾ ഈ സംരക്ഷണം നമ്മുടെ ബലൂണിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ബലൂണിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് എയർ ഫില്ല് ചെയ്ത് അതിന് ജീവൻ കൊടുക്കാൻ പോവുകയാണ്. ബീങ്സിന് ബർത്ത് ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ബലൂണിന് ജീവൻ വയ്ക്കാൻ പോകുന്നു, അതിന് ബർത്ത് ഉണ്ടാകാൻ പോകുന്നു. എയർ അതിനകത്ത് ഫില്ലാകുന്നതിനനുസരിച്ച് നമ്മുടെ ബലൂണിന് ജീവൻ വയ്ക്കാൻ തുടങ്ങുകയാണെന്നർത്ഥം. It is thus that nature itself nourishes beings until their birth. അപ്പോൾ ഈ ചിന്തയാണ് എല്ലാ മനസ്സുകളിലേക്കും കടന്നു വന്നത്. The creature that will rise soon begins to move. എന്തായാലും നമ്മുടെ ആ ബലൂൺ അല്ലെങ്കിൽ ആ യെല്ലോ ട്യൂബ് ഒക്കെ ബിഗിൻസ് ടു മൂവ്, ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എയർ അതിനകത്തേക്ക് ഫില്ലാകാൻ തുടങ്ങുന്നതിനനുസരിച്ച് അതിന് ചലനശേഷി വന്നിരിക്കുന്നു. ചലനശേഷി എന്ന് പറയുമ്പോൾ അതിന് ബർത്ത് ഉണ്ടായതുപോലെയാണ്, അല്ലേ, ജീവൻ വെച്ചതുപോലെ. ആൻഡ് ദി അറ്റൻഡൻസ് ഓഫ് ക്യാപ്റ്റൻ ജോവിസ് as Lahola grows larger, spread and put in place the net which covers it. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസിൻ്റെ നേരത്തെ ടെലഗ്രാം അയച്ച ആളിനെ ഓർമ്മയുണ്ടല്ലോ, ജോവിസ്, ക്യാപ്റ്റൻ ജോവിസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ ബലൂൺ റൈഡ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസിൻ്റെ സഹായികളായിരിക്കുന്ന ആൾക്കാർ ആസ് ലേഹോല ഗ്രോസ് ലാർജർ, എയർ ഫില്ലായി ലേഹോല വളർന്ന് വലുതാകാൻ തുടങ്ങുന്നതനുസരിച്ച് സ്പ്രെഡ് ആൻഡ് പുട്ട് ഇൻ പ്ലേസ് ദ നെറ്റ് വിച്ച് കവേഴ്സ് ഇറ്റ്. ആ ബലൂണിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന നെറ്റ്, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു റോപ്പൊക്കെ അതിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി കൊടുക്കുകയാണ്. So that the pressure will be regular and equally distributed at every point. കാരണം അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഭാരമുള്ള വസ്തുവോ മറ്റോ ഒക്കെ കടന്നു കഴിഞ്ഞാൽ ബലൂണിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ആവില്ല, ഈ എയർ സ്പ്രെഡ് ആവാതെ പോകും, ആ പ്രഷർ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബലൂണിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എയർ ഫില്ല് ചെയ്ത് പ്രഷർ അതിനകത്ത് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിൻ്റെ പുറത്തുണ്ടായിരുന്ന നെറ്റ്, റോപ്സ് ഒക്കെ ഈ സഹായികൾ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ബലൂണിൻ്റെ എല്ലാ ഭാഗത്തേക്കും എയർ ഫില്ല് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെന്നർത്ഥം. The crowd has begun to talk and some men who appear to be specialists affirm with authority that
we shall come down before reaching the fortifications. Several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. Meanwhile, the balloon is growing slowly but surely. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ ദ ക്രൗഡ് ഹാസ് ബിഗൺ ടു ടോക്ക്. ആൾക്കൂട്ടം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരെ പുതുമയുള്ളൊരു കാര്യം കാണാൻ വന്ന് കൂടി നിൽക്കുന്നവരാണ്. അവരൊക്കെ സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് സം മെൻ, ചില ആൾക്കാർ ഹു അപ്പിയർ ടു ബി സ്പെഷ്യലിസ്റ്റ്സ്, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ വിഷയത്തിലൊക്കെ വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ വളരെ അറിവുള്ള ആൾക്കാരാണ്, സ്പെഷ്യലിസ്റ്റ്സ് ആണ് എന്ന് ഭാവിക്കുന്ന ചില ആൾക്കാർ, അതായത് ബലൂൺ റൈഡിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാം എന്ന് ഭാവിക്കുന്ന ആൾക്കാർ, affirm with authority that we shall come down before reaching the fortifications. അവരൊക്കെ അഫേം ചെയ്യുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, വളരെ ആധികാരികമായിട്ട് അവർ ഉറപ്പിച്ച് പറയുന്നു ദാറ്റ് വി ഷാൽ കം ഡൗൺ, ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങ് താഴെ പോരും. ബലൂണിൽ റൈഡ് മുകളിലേക്കല്ലേ പോകുക, ആകാശത്തേക്ക് ഉയർന്നു പോകാനുള്ള ഞങ്ങളുടെ ഈ ഒരു യാത്ര വളരെ പെട്ടെന്ന് അവസാനിക്കും എന്ന ഒരു നെഗറ്റീവ് കമൻ്റാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. They affirm with authority that we shall come down before reaching the fortifications. എപ്പോഴാണ് താഴെ പോരുക? ബിഫോർ റീച്ചിങ് ദ ഫോർട്ടിഫിക്കേഷൻസ്. അപ്പോൾ നഗരത്തിൻ്റെ ചുറ്റാകെ കോട്ട കൊത്തളങ്ങളൊക്കെ ഉണ്ട്. ആ ഫോർട്ടിഫിക്കേഷൻസിൻ്റെ അത്രയും ഉയരത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ യാത്ര അവസാനിക്കും, ഈ ബലൂൺ താഴേക്ക് പോരും എന്ന് പറഞ്ഞാൽ ബലൂൺ അധികം ഉയരേക്കൊന്നും പോവില്ല, വളരെ പെട്ടെന്ന് അത് താഴെ വന്ന് പതിക്കും എന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ചില കമൻസൊക്കെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവർ പറയുന്ന കേട്ടതൊന്നും അവർ ഈ വിഷയത്തിലൊക്കെ വളരെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നവരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. Several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. മാത്രമല്ല മറ്റനേകം കാര്യങ്ങളും ഈ സന്ദർഭത്തിൽ വിമർശിക്കപ്പെട്ടു. ഇൻ ദിസ് നോവൽ ടൈപ്പ് ഓഫ് ബലൂൺ, ഞങ്ങളുടെ ഈ ബലൂൺ റൈഡ് എന്ന് പറയുന്നത് ഒരു നോവൽ ടൈപ്പാണ്, ന്യൂ ടൈപ്പ് ഓഫ് അറ്റംപ്റ്റ് ആണ് അല്ലേ, പുതുതായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു പരിശ്രമത്തെക്കുറിച്ച്, നോവൽ ടൈപ്പ് ഓഫ് ബലൂൺ വിത്ത് വിച്ച് വി ആർ അബൌട്ട് ടു എക്സ്പെരിമെൻ്റ്, അത് വെച്ച് ഞങ്ങൾ പരീക്ഷണം നടത്തുന്നത്, വിത്ത് സോ മച്ച് പ്ലഷർ ആൻഡ് സക്സസ്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തിലാണ്, അത് സക്സസ്ഫുൾ ആകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഈ ഒരു യാത്ര നടത്താനായിട്ട് വന്നു നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ പുതുമയുള്ള ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് പല തരത്തിലുള്ള ക്രിറ്റിസിസംസും ആൾക്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി. മീൻവൈൽ ദ ബലൂൺ ഈസ് ഗ്രോയിങ് സ്ലോലി ബട്ട് ഷുവർലി. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതേസമയം ബലൂണിനകത്ത് എയർ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദ ബലൂൺ ഈസ് ഗ്രോയിങ് സ്ലോലി ബട്ട് ഷുവർലി, വളരെ പതുക്കെയാണെങ്കിലും അതിങ്ങനെ എയർ അതിനകത്തേക്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബലൂൺ വലുതായി വലുതായി വരുവാണ്, അതിനകത്തേക്ക് എയർ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. While Captain Jovis and his assistants are busy with the last details, the travelers go to dine in the canteen of the gas works according to the established custom. അപ്പോൾ ബലൂണിനകത്ത് ഈ എയർ ഫില്ലായിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ നടക്കുന്നു. ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ സഹായികളുമൊക്കെ യാത്രയുടെ അവസാന മിനുക്കുപണികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് ക്യാപ്റ്റൻ ജോവിസിൻ്റെ അസിസ്റ്റൻസ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു കൊടുക്കുന്നത്. ആ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തെ ട്രാവലേഴ്സ്, യാത്രികരായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളൊക്കെ ഗോ ടു ഡൈൻ ഇൻ ദ ക്യാൻറ്റീൻ ഓഫ് ദ ഗ്യാസ് വർക്ക്സ്. ആ ഗ്യാസ് വർക്ക്സിൻ്റെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു, അക്കോർഡിംഗ് ടു ദി എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം, പതിവ് രീതി അനുസരിച്ച്. അപ്പോൾ ആ ഗ്യാസ് വർക്ക്സിൽ വരുന്ന ആൾക്കാർ ഫുഡ് കഴിക്കാനായിട്ട് ആ ക്യാൻറ്റീനിനെ ആയിരിക്കും ആശ്രയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതി അനുസരിച്ച് ഞങ്ങളും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമീപത്തുള്ള ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി വന്ന് വേണം ഞങ്ങൾക്ക് യാത്ര തുടങ്ങാനുള്ളത്. When we come out again, the balloon is swaying
enormous and transparent, a prodigious golden fruit, a fantastic pear which is still ripening, covered by the last rays of the setting sun. Now, the basket is attached, the barometers are brought, the siren, which we will blow to our heart's content, is also brought. Also, the 2 trumpets, the eatables, the overcoats and raincoats, all the small articles that can go with the men in that flying basket. ഇപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പുറത്തേക്ക് വരുമ്പം when we come out again, the balloon is swaying. ഞങ്ങളുടെ ബലൂൺ ഇപ്പോൾ എങ്ങനെയായിരിക്കുക? ഇറ്റ് ഈസ് swaying, ആടി ഉലയുകയാണ്. അതായത് അതിനകത്ത് എയറൊക്കെ ഫില്ലായി ബലൂൺ ഇങ്ങനെ പറക്കാൻ പാകത്തിന് നിൽക്കുകയാണെന്ന്. എനോർമസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്, അത് വളരെ വലിപ്പം വർദ്ധിച്ചിരിക്കുന്നു. അതിന് എനോർമസ്, വെരി ബിഗായി മാറിയിരിക്കുന്നു. മാത്രവുമല്ല അത് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൽ പ്രകാശത്തെ കടത്തിവിടുന്ന വിധത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് എയർ ഫില്ലായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിനകത്തോടെ കടന്നു പോകുന്ന പ്രകാശത്തെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രകാശം കടന്നു പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണ്. എ പ്രൊഡിജിയസ് ഗോൾഡൻ ഫ്രൂട്ട്, അത് കണ്ടാൽ വളരെ മനോഹരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു ഗോൾഡൻ ഫ്രൂട്ട് പോലെയുണ്ട്. വളരെ റൈപ്പൻഡ് ആയിട്ടുള്ള ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു പഴം പോലെ കാണപ്പെടുന്നുണ്ട്. വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുന്നു. എ പ്രൊഡിജിയസ് ഗോൾഡൻ ഫ്രൂട്ട്, എ ഫാന്റാസ്റ്റിക് പിയർ വിച്ച് ഈസ് സ്റ്റിൽ റൈപ്പനിങ്, അത് അതിമനോഹരമായിട്ടുള്ള ഒരു പിയർ പഴം പോലെ കാണപ്പെടുന്നുണ്ട്. സ്റ്റിൽ റൈപ്പനിങ് ആയിട്ടുള്ളത്, പാകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട്. അങ്ങനെ പഴുത്ത് ചീഞ്ഞു പോയ അവസ്ഥയിലല്ല, അതിങ്ങനെ പാകമായി വരുമ്പോൾ ആ ഒരു ഗോൾഡൻ കളറൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കില്ലേ ഫ്രൂട്ട്സിൻ്റെ പുറത്ത്, അങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പിയർ പോലെയുണ്ടത്. കവേർഡ് ബൈ ദി ലാസ്റ്റ് റൈസ് ഓഫ് ദ സെറ്റിംഗ് സൺ. ഒന്നാമത് ബലൂണിൻ്റെ കളർ തന്നെ യെല്ലോ ആണെന്ന് പറഞ്ഞു. പിന്നെ സെറ്റിംഗ് സണ്ണിൻ്റെ ലാസ്റ്റ് റൈസ്, അസ്തമന സൂര്യൻ്റെ കിരണങ്ങളേറ്റ് അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ ബലൂൺ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാറ്റിൽ ഒലഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായത്. നൗ ദ ബാസ്ക്കറ്റ് ഈസ് അറ്റാച്ച്ഡ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടിയത് ബാസ്ക്കറ്റ് അതിനോട് കണക്റ്റ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ബാസ്ക്കറ്റ് ബലൂണിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ദ ബാരോമീറ്റേഴ്സ് ആർ ബ്രോഡ്. പിന്നെ ഇനി ബാസ്ക്കറ്റിനകത്ത് ഞങ്ങൾ യാത്രികർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ് ഫില്ല് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ആദ്യം തന്നെ ബാരോമീറ്റേഴ്സാണ് കൊണ്ടുവന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ സൈറൺ ഉണ്ട്, വിച്ച് വി വിൽ ബ്ലോ ടു അവർ ഹാർട്ട്സ് കണ്ടൻറ്റ്. ഞങ്ങളിങ്ങനെ ആകാശത്തിലേക്ക് പറന്നുയർന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ബ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈറൺസ് ആണത്. ദ സൈറൺ ഈസ് ഓൾസോ ബ്രോട്ട്. ഓൾസോ ദ 2 ട്രംപറ്റ്സ്. ഒപ്പം തന്നെ 2 ട്രംപറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചെണ്ടകളുണ്ട്. ദ ഈറ്റബിൾസ്, ചെറിയ സ്നാക്സൊക്കെ ഈറ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർകോട്ട്സ് ആൻഡ് റെയിൻ കോട്ട്സ് ആൻഡ് ഓൾ ദ സ്മോൾ ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഗോ വിത്ത് ദ മെൻ ഇൻ ദാറ്റ് ഫ്ലൈയിങ് ബാസ്ക്കറ്റ്. ആ ഫ്ലൈയിങ് ബാസ്ക്കറ്റിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, വെയിറ്റൊക്കെ കൂടി പോവാതെ ക്രമീകരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട അത്യാവശ്യമുള്ള അധികം ഭാരമൊന്നുമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കൂടി. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത സാധനങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ബാരോമീറ്റേഴ്സ്, സൈറൺ, പിന്നെ ട്രംപറ്റ്സ്, ഒപ്പം ഈറ്റബിൾസും, പിന്നെ ഓവർകോട്ട്സ്, റെയിൻ കോട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ബലൂണിനകത്ത് എയർ ഫില്ലായി കഴിഞ്ഞു. അതിലെ പാസഞ്ചേഴ്സ് കയറുന്നതിനുള്ള ബാസ്ക്കറ്റ് ബലൂണിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം അതിനകത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഇനി പാസഞ്ചേഴ്സ് അതിനകത്തേക്ക് കയറുക, ദെൻ നമ്മുടെ ബലൂണിനെ സ്വതന്ത്രമാക്കി അന്തരീക്ഷത്തിൽ പറത്തി വിടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവർ മുകളിലേക്ക് ഉയർന്നു പോകുക, അവർക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു റൈഡ് നടത്താൻ പറ്റുക.
അപ്പോൾ അവരുടെ യാത്ര തുടങ്ങാൻ പോകുന്നിടത്ത് നമുക്ക് തൽക്കാലം നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.